8 വർഷമായി ശാരീരിക ബന്ധത്തിന് ഭാര്യ സമ്മതിച്ചില്ല. അവളെ കൊന്ന് ഒരു യുവാവ്. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ പറയുന്ന സംഭവം. അവിടെ എയറോഡ്രോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു വീട്. കൊല്ലപ്പെട്ടത് സുമിത്ര ചൗഹാൻ എന്ന 40-കാരിയാണ്. സുമിത്ര ചൗഹാനെ കൊന്ന ആ ഭർത്താവിന്റെ പേര് മാധവ് എന്നും. കഴിഞ്ഞ 8 വർഷമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭാര്യ വിസമ്മതിച്ചു. അതാണത്രേ കൊലപാതകത്തിന് കാരണം. ജനുവരി 9-നാണ് സുമിത്ര കൊല്ലപ്പെട്ടത്. വീട്ടിൽ വെച്ച് ബ്ലഡ് പ്രഷർ കൂടി ഇതേ തുടർന്ന് ബോധരഹിതയായി ഭാര്യ തലയടിച്ച് വീണുവെന്നാണ് ആശുപത്രിയിൽ ഇവരെ എത്തിച്ചപ്പോൾ അയാൾ അറിയിച്ചത്. ഭാര്യയ്ക്കുണ്ടായിരുന്ന ചില അസുഖങ്ങൾ അതുകൊണ്ടാണ് ഈ വീഴ്ചയ്ക്ക് കാരണമെന്നും ഇയാൾ ബന്ധുക്കളെയും പ്രദേശവാസികളെയും വിശ്വസിപ്പിച്ചു. പക്ഷേ പോലീസ് അതിൽ പൂർണ്ണ വിശ്വസ്തരായിരുന്നില്ല. അവർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണം നീണ്ടു. സുമിത്രയുടെ മരണം കൊലപാതകമാണെന്നും അതിന് പിന്നിൽ ഭർത്താവാണെന്നും ഏറ്റവും ഒടുവിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. കഴുത്തു ഞെരിച്ചാണ് കൊന്നത് എന്ന് പോസ്റ്റ്മോർട്ടത്തിലും വ്യക്തമായി. അങ്ങനെ കേസിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവ്. തുടർന്നാണ് ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിൽ മാധവ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഭാര്യ ലൈംഗിക ബന്ധത്തിന് വിസമ്മതിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പരാതി. ഇതേ തുടർന്ന് പതിവായി വാക്കുതർക്കമുണ്ടാകും. അങ്ങനെ ഒരു ദിവസമുണ്ടായ വാക്കുതർക്കമാണ് അത്തരമൊരു കൊലയിൽ കലാശിച്ചതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. കൊലപാതകം നടന്ന ദിവസം രാത്രി ഈ മാധവ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു ഭാര്യയെ. പക്ഷേ അവിടെയും സുമിത്ര വിസമ്മതിച്ചു. ആ വിസമ്മതത്തിനൊടുവിൽ അവിടെ തർക്കമായി. ആ തർക്കത്തിനൊടുവിൽ മർദ്ദനമായി അവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. इसमें अभी जो प्रथम दृष्टया वजह यह रही है कि वो जो शारीरिक संबंध बनाने नहीं देती थी पत्नी, तो इस बात से उसको इस बात से काफी आक्रोश था और उसके द्वारा फिर इस तरह की ये कंडक्ट ये कर दिया गया. ഇതിനിടെ ഭാര്യയെ മർദ്ദിച്ചുവെന്നും ബോധരഹിതയായി വീഴുകയായിരുന്നുവെന്നുമാണ് മാധവ് പോലീസിനോട് ആദ്യം പറഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ സ്ത്രീയുടെ മരണം സംഭവിച്ചിരുന്നു. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഈ 2 പേർക്കും 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഇവരുടെ തർക്കത്തിന് പതിവ് കാഴ്ചക്കാരാണ്. ഈ കാഴ്ചകൾക്കിടയിലാണ് തൻ്റെ അമ്മയെ കൊല്ലുന്നതും അവർ കണ്ടത്. പക്ഷേ ആദ്യം പോലീസിനെയും ബന്ധുക്കളെയും നാട്ടുകാരെയും മറ്റൊരു കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു. ഒരു മനുഷ്യന് വ്യക്തിപരമായി ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ അതെങ്ങനെ ഒരാളെ ക്രിമിനലാക്കി മാറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.